മറന്നുപോയൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. ദളപതി വിജയ് നായകനായ ജനനായകന്റെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമിനാണ്. ഏകദേശം 130 കോടിയോളം വരുന്ന ഡീലിങ്ങിനാണ് കെവിൻ പ്രൊഡക്ഷൻസുമായിട്ട് ആമസോൺ പ്രൈം നടത്തിയത്. ഇപ്പോൾ അതേ ആമസോൺ തന്നെ ബാക്കൗട്ട് അടിക്കുകയാണ്. അതായത് കെവിൻ പ്രൊഡക്ഷൻസിൻ്റെ ഇന്ന് സെൻസർ ഇഷ്യൂവിൻ്റെ ഒരു അപ്ഡേറ്റും വരുന്നില്ല, റിലീസ് ഡേറ്റിൻ്റെ ഒരു അപ്ഡേറ്റും വരുന്നില്ല. എന്താണ് ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ആ 130 കോടിയുടെ കച്ചവടം അവർ വേണ്ടാന്ന് വയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളുമാണ് ഇപ്പോൾ വരുന്നത്. സത്യം പറഞ്ഞാൽ കെവിൻ പ്രൊഡക്ഷൻസിന് ഇപ്പോൾ ഒരു കണ്ടകശനി സമയമാണ്. ജനനായകൻ ഒരു 600 കോടി മുതൽ മുടക്കുള്ള ചിത്രം ഇപ്പോഴും സ്റ്റിൽ പെട്ടിയിലിരിക്കുകയാണ്. ജനുവരി 9 റിലീസ് ചെയ്യേണ്ട പടം 2 മാസം കഴിഞ്ഞു. മാർച്ച് 19 റിലീസ് ചെയ്യേണ്ട ടോക്സിക്കും അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതും പോസ്റ്റ്പോൺ ചെയ്ത് ജൂൺ 4 ആക്കിയിട്ടുണ്ട്. അവരുടെ ആ ഒരു പ്രതിസന്ധി സത്യം പറഞ്ഞാൽ വല്ലാണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ദളപതി വിജയ്ക്കും ഇപ്പോൾ കണ്ടകശനിയാണ്, അതിൽ വേറെ സംശയവും കാര്യങ്ങളൊന്നുമില്ല. ഈവൻ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ മാർച്ച് 9 CBFCയുടെ റിലീസിംഗ് കമ്മിറ്റി ജനനായകൻ റിവ്യൂ ചെയ്യുമെന്നുണ്ടായിരുന്നു. ബട്ട് അന്ന് കമ്മിറ്റിയിലെ ഒരു അംഗത്തിന് പനിയായത് കാരണം പനി മനുഷ്യനല്ലേ, പനിയായത് കാരണം അന്ന് റിലീസിംഗ് കമ്മിറ്റിക്ക് സിനിമ റിവ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇതുവരെ CBFC സെൻസർ തരാത്തതെന്നാണ് പറയുന്നത്. എന്ത് കാരണമാണല്ലേ, പനിയായതുകൊണ്ട് കമ്മിറ്റി കഷ്ടം. ഒരു പാരസെറ്റമോൾ എനിക്ക് കിട്ടിയത്, ഒരു ഡോളോ കിട്ടിയിരുന്നെങ്കിൽ കൊണ്ട് കൊടുക്കായിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെ പാവമേ. എന്തായാലും എല്ലാം കഷ്ടത്തിൽ തന്നെ.